പ്രഭാതത്തിൽ നടത്തപ്പെടുന്ന വിശുദ്ധ ആരാധനയിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥനയോടുകൂടെ ഭയഭക്തിയോടുകൂടെ പങ്കെടുക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമേ, ഇന്നത്തെ ആരാധനയിലും വചന ശുശ്രൂഷയിലുമൊക്കെ നിന്റെ കൃപ പകരണമേ. ത്രിയേക ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതയാത്ര നിർവിഘ്നം തുടരുവാൻ നീ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നാഥനെ യേശുവേ ഹല്ലേലൂയ എന്നാരംഭിക്കുന്ന 13ാമത്തെ ഗീതം നമുക്ക് പാടാം. ലിറിക് നമ്പർ 13. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ലായെന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയുടെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ സ്വതന്ത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെയും വീഴ്ചകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. തുടർന്നുള്ള പാപസ്വീകാര പ്രാർത്ഥന അനുതാപ ഹൃദയത്തോടുകൂടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തി മഹാകരുണയുടെ പിതാവേ, ഞങ്ങൾ തെറ്റിന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളെ വികാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അശ്വന്മാരെ കുറ്റക്കാരോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മറ്റുള്ളവരോട് അറിയിക്കുന്ന പ്രകാരം അനുഗ്രഹിക്കുന്നവരുടെ കൈക്കൊള്ളണമേ. മഹാകരുണയുടെ പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനി വേണ്ട ദൈവത്തോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി നമുക്ക് ഉപയോഗിക്കാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മറിഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. 98-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം.
തൃത്വ ഞായറാഴ്ചയായി ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 98-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കൈയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുക തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. അവൻ ഇസ്രയേൽ ഗൃഹത്തിന് തൻ്റെ ദയയും വിശ്വസ്തതയെ ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവീൻ. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, കിന്നരത്തോടും സംഗീതസ്വരത്തോടും കൂടെ തന്നെ. കാഹളത്തോടും തുര്യനാദത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിക്കുവീൻ. സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ, പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുമ്പാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ ഒന്നാമത്തെ വേദഭാഗം വായിച്ച് കേൾക്കാം. തൃത്വ ഞായറാഴ്ചയായ ഇന്ന് കാലത്തെ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാം വേദഭാഗം ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഹെസ്കേൽ 1-ാം അധ്യായം 4 മുതൽ 28 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും, അതിൻ്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിന് 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിൻ്റെ കുളമ്പ് പോലെയും ആയിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിൻ്റെ കീഴായി മനുഷ്യക്കൈ ഉണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെ ആയിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4നും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുക് മുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ 2 ചിറക് തമ്മിൽ തൊട്ടും ഈ 2 ചിറക് കൊണ്ട് ശരീരം മറച്ചും ഇരുന്നു. അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ച് കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ 4 മുഖത്തിനും നേരെ ഓരോ ചക്രം കണ്ടു. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിൻ്റെ കാഴ്ച പോലെ ആയിരുന്നു. അവയ്ക്ക് 4നും ഒരു ഭാഷ തന്നെ ആയിരുന്നു. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ ആയിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം, തിരിവാൻ ആവശ്യമില്ല. അവയുടെ വട്ട് പൊക്കമേറിയതും ഭയങ്കരവും ആയിരുന്നു. 4ൻ്റെയും വട്ടുകൾക്ക് ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ പോകും. ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും. ആത്മാവിന് പോകേണ്ടിയ ഇടത്തൊക്കെയും അവ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നതുകൊണ്ട് ചക്രങ്ങൾ അവയോടുകൂടെ പൊങ്ങും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നതുകൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും. അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും. അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പൊങ്ങും. ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായൊരു പളുങ്ക് പോലെയുള്ള ഒരു വിധാനത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു. വിധാനത്തിൻ്റെ കീഴെ അവയുടെ ചിറകുകൾ നേർക്കുനേരെ വിടർന്നിരുന്നു. അതതിൻ്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈരണ്ടുണ്ടായിരുന്നു. അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും സർവശക്തൻ്റെ നാദം പോലെയും ഒരു സൈന്യത്തിൻ്റെ ആരവം പോലെയും ഉള്ള മുഴക്കമായി ഞാൻ കേട്ടു. നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതിയുള്ള വിധാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു.
നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിൻ്റെ കാഴ്ച പോലെ സിംഹാസനത്തിൻ്റെ രൂപവും സിംഹാസനത്തിൻ്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അവൻ്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീ കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിൻ്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെ ആയിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ് വീണു. സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. ഇന്നത്തേക്കുള്ള രണ്ടാം ഭാഗം ഇപ്പോൾ വായിച്ച് കേൾക്കാം. ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിക്കുന്ന രണ്ടാം പാഠഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. 2 കൊരിന്ത്യർ 13-11 മുതൽ ഉള്ള ദൈവവചനം ശ്രദ്ധിപ്പീൻ. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവീൻ. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 20 വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കുന്നു. The Gospel according to Saint Matthew, chapter 28, verses 16 to 20. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. മധ്യകേരള മഹാനഗരി പ്രഗത്ഭ പട്ടക്കാരൻ ഒരുവനായ അറിയപ്പെട്ട കൺവെൻഷൻ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട വിജി വർഗീസ് ഈപ്പനച്ഛനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അച്ഛൻ ഇപ്പോൾ അയർലൻഡ് ഡബ്ലിനിൽ ഇടവപ്പട്ടക്കാരനായി ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യപ്രകാരം ഇന്ന് വചനം ശുശ്രൂഷിക്കാം എന്ന് അച്ഛൻ ഏറ്റു. അതിന് പ്രകാരം വചന ശുശ്രൂഷ അച്ഛൻ ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. ഇടവകയുടെ പേരിൽ ആദരവോടുകൂടെ അച്ഛനെ ക്ഷണിക്കുന്നു. ഞാൻ ആ കീർത്തനത്തിൽ 173-ാമത്തെ കീർത്തനം പാടാം. ശുദ്ധ 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 സർവശക്ത ദേവ എന്നുള്ള കീർത്തനം, പിൻ നമ്പർ 173. Deva
പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുയേശുവിൽ പ്രിയമുള്ളവരെ, ഈ 2020 തൃത്വ ഞായറാഴ്ച ആരാധനയിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇതാദ്യമായിട്ടല്ല കൂടുകുളഞ്ഞ CSI ഇടവകയുടെ ആരാധനയിൽ പങ്കുചേരുന്നത്. എന്നാൽ ഈ ഒരു വെർച്വൽ മുഖാന്തരത്തിലൂടെ ആദ്യമായിട്ടാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ പ്രിയപ്പെട്ട സന്തോഷച്ചനോടും ഈ ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിച്ചുകൊണ്ട് മറ്റാമുഖങ്ങളൊന്നുമില്ലാതെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഇത് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ചിന്താവിഷയം വി ബിലീവ് ഇൻ ദ ട്രയൂൺ ഗാഡ് എന്നുള്ളതാണ്. ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം. ഏത് വിശ്വാസവും നമ്മെ നയിക്കേണ്ടത് രൂപാന്തരത്തിലേക്കാണെങ്കിൽ ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസവും നമ്മളെ നയിക്കേണ്ടത് ചില രൂപാന്തരങ്ങളിലേക്കാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും 3 രൂപാന്തരങ്ങളിലേക്കാണ്. എന്നാൽ അതിനു മുൻപ് ട്രിനിറ്റിയെക്കുറിച്ച് അല്പം ചരിത്രം, ട്രിനിറ്റിയെക്കുറിച്ച് അല്പം ഡോക്ട്രിൻസ് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. 2 Corinthians chapter 13 verse 14. May the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ ട്രിനിറ്റി സൺഡേ എന്ന് പറയുന്നത് ആദിമസഭയിൽ ഇല്ലായിരുന്നു. അത് പിന്നീട് സഭയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പെരുന്നാളാണ് ട്രിനിറ്റി സൺഡേ, ഫീസ്റ്റ് ഓഫ് ട്രിനിറ്റി എന്ന് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ആദിമസഭയിൽ ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. തൃത്വത്തെക്കുറിച്ചും കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. പിതാവാ ദൈവം, പുത്രനാ ദൈവം, പരിശുദ്ധാത്മാവാ ദൈവം, ഇവർ മൂന്നും ഒന്നാണോ, മൂന്നാണോ, ഇവരിൽ ആരാ വലുത്, ഇങ്ങനെയുള്ള ഒത്തിരി ആർഗ്യുമെന്റ്സ് നടക്കുമ്പോൾ സഭ കൗൺസിൽ കൂടി അതേക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടാക്കി. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അനേക പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ രചിക്കപ്പെട്ടു. എങ്കിലും അന്നൊന്നും ട്രിനിറ്റി സൺഡേ രൂപപ്പെട്ടിട്ടില്ല. പല സമയം ഈ ചിന്ത ഉയർന്നു വന്നെങ്കിലും സഭാപിതാക്കന്മാർ പറഞ്ഞു, എന്തിനാ ട്രിനിറ്റിക്ക് വേണ്ടി പ്രത്യേകം സൺഡേ? എല്ലാ ആരാധനകളും നമ്മൾ ട്രിനിറ്റിയെ സ്തുതിക്കുന്നുണ്ടല്ലോ. സോ വൈ ഡു വി നീഡ് എ സ്പെഷ്യൽ പർട്ടിക്കുലർ സൺഡേ ഫോർ ട്രിനിറ്റി? അങ്ങനെ കാലങ്ങൾ കുറെ പോയി, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ കാന്റർബറി ആർച്ച് ബിഷപ്പ് ആയിരുന്ന തോമസ് ബെക്കറ്റ്, ആംഗ്ലിക്കൻ സഭ ഉണ്ടാകുന്നതിന് മുൻപാണ്, അന്നത്തെ കത്തോലിക്ക സഭയുടെ ഭാഗമായിരുന്ന കാന്റർബറി ആർച്ച് ഡയസിന്റെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന തോമസ് ബെക്കറ്റ്, അദ്ദേഹത്തിന്റെ കോൺസെക്രേഷന് തിരഞ്ഞെടുത്ത ദിനം പെന്തക്കോസ്തിന് ശേഷമുള്ള ഞായറാഴ്ചയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ ഞാൻ കോൺസെക്രേറ്റ് ചെയ്യപ്പെട്ട ഈ ദിനം സഭ ഓർക്കേണ്ടത് ട്രിനിറ്റി സൺഡേ ആയിട്ടായിരിക്കും. അത് ആ ഡയസിസിൽ ഉൾപ്പെടുന്ന എല്ലാ സഭകളും നെഞ്ചോട് ചേർത്തു. So that day began to be celebrated as Trinity Sunday in that particular diocese. എന്നാൽ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ്, ഇത് സംഭവിച്ചത് 1162 പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് കത്തോലിക്ക സഭയുടെ പോപ്പ് 22-ാമനാണ് 1334 ഫീസ്റ്റ് ഓഫ് ട്രിനിറ്റി ഒരു സെക്കൻഡറി ഫീസ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു 20-ാം നൂറ്റാണ്ടിലാണ് സത്യം പറഞ്ഞാൽ 1911 പയസ് 10-ാമൻ മാർപ്പാപ്പയാണ് ഇതൊരു പ്രിൻസിപ്പൽ ഫീസ്റ്റ് ആക്കി സഭയ്ക്ക് നൽകിയത്. ആംഗ്ലിക്കൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഫീസ്റ്റ് ഉണ്ട്. ക്രിസ്മസ് ഒരു ഫീസ്റ്റ് ആണ്, എപ്പിഫനി ഒരു ഫീസ്റ്റ് ആണ്, പ്രസന്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ടെമ്പിൾ ഒരു ഫീസ്റ്റ് ആണ്, അനൗൺസിയേഷൻ ടു സെയിന്റ് മേരി ഒരു ഫീസ്റ്റ് ആണ്, ഈസ്റ്റർ ഒരു ഫീസ്റ്റ് ആണ്, അസെൻഷൻ ഒരു ഫീസ്റ്റ് ആണ്, പെന്റക്കോസ്റ്റ് ഒരു ഫീസ്റ്റ് ആണ്, ഓൾ സെയിൻസ് ഡേ ഒരു ഫീസ്റ്റ് ആണ്. അതിലൊരു ഫീസ്റ്റ് ആണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. ഈ ട്രിനിറ്റി സൺഡേ പെന്തക്കോസ്തിന് ശേഷമുള്ള ഞായറാഴ്ചയാകാൻ ഒരു കാരണം കൂടെ ഉണ്ട്. കാരണം ക്രിസ്മസിന് നമ്മൾ ചിന്തിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈസ്റ്റർ ട്രൈഡത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പുത്രനായ ദൈവത്തിന്റെ അല്ലെങ്കിൽ പുത്രനായ ദൈവം നമുക്ക് സാധ്യമാക്കി നൽകിയ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. പെന്തക്കോസ്ത് ദിനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മ ദൈവത്തെക്കുറിച്ചാണ്. അപ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ചും പുത്രനായ ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മ ദൈവത്തെക്കുറിച്ചും ക്രിസ്മസിനും ഈസ്റ്ററിനും പെന്തക്കോസ്തിനും ചിന്തിച്ചതിന് ശേഷമുള്ള ഇമ്മീഡിയറ്റ് ഞായറാഴ്ച സഭ പറയുകയാണ്, സോ നൗ ലെറ്റ് us celebrate Trinity Sunday. അതുകൊണ്ടാണ് ട്രിനിറ്റി സൺഡേ പെന്തക്കോസ്തിന് ശേഷമുള്ള ഞായറാഴ്ച വന്നിരിക്കുന്നത്, നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. ഈ ട്രിനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്രമുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകാൻ നമുക്ക് സമയമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ദൈവത്തെക്കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല.
എന്നെ മാസ്റ്റേഴ്സ് ഇൻ തിയോളജി പഠിപ്പിച്ച ഓർത്തഡോക്സ് സെമിനാരിയുടെ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന KM ജോർജ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, പല കാര്യങ്ങളും മിസ്റ്ററീസാണ്, മർമ്മങ്ങളാണ്. നമുക്ക് മനസ്സിലാക്കാൻ മനുഷ്യ മനസ്സിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. മോശയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ദൈവത്തെ കാണണമെന്ന്. ദൈവം അനുവദിച്ചു. God allowed him to see him. പക്ഷേ എന്നിട്ടും മോശയ്ക്ക് പോലും ദൈവത്തിന്റെ ഒരു അംശം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. നമ്മുടെ ഒരു പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാടിന്റെ ഒരു പ്രത്യേകതയാണ് ദൈവത്തെ ഒരു ഒബ്ജക്റ്റ് ആയി കണ്ടുകൊണ്ട് ദൈവത്തെക്കുറിച്ച് എല്ലാം പഠിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. എന്നാൽ അവിടെ നമ്മൾ ഈസ്റ്റേൺ ട്രഡീഷൻസിനെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. മെനി തിങ്സ് ആർ മിസ്റ്ററീസ്. പലതും മർമ്മങ്ങളാണ്. മനുഷ്യ മനസ്സിന് പരിമിതികളുണ്ട് മനസ്സിലാക്കാൻ. നമുക്ക് സാധിക്കുന്ന ഒന്ന് മാത്രമാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കും. ദൈവമേ, മനസ്സിലാക്കാൻ ആവശ്യമായിരിക്കുന്ന വിവേകത്തെ നൽകണമേ. ഞങ്ങൾ വിനയത്തോടുകൂടി നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. മർമ്മങ്ങൾ തിരിച്ചറിയാനുള്ള പ്രാപ്തി നൽകണമേ. ദൈവം അവന്റെ താല്പര്യമനുസരിച്ച് അത് വെളിപ്പെടുത്തി തരാൻ ശ്രമിക്കുമ്പോൾ കാത്തിരിക്കാം. ട്രിനിറ്റിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പരിമിതികളുണ്ട്. ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക്. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ശ്രമിക്കേണ്ടത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ പലർക്കും അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ വേദപുസ്തകത്തിലെ മറ്റു പല ഭാഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്നതല്ല ശരി എന്ന് സ്ഥാപിക്കാൻ സാധിച്ചിരിക്കും. ഐ ഡു റെസ്പെക്ട് ദാറ്റ്. എന്നാൽ സഭ ട്രിനിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ അടിസ്ഥാനമാക്കി തന്നെയാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ആദിമസഭയിൽ ഉണ്ടായിരുന്ന 3 കോൺട്രവേഴ്സീസ് റിഗാർഡിംഗ് ട്രിനിറ്റി ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ അടിസ്ഥാനപരമായി ഉണ്ടായിരുന്ന 3 കാഴ്ചപ്പാടുകൾ, ഒന്ന് ട്രൈതീസമാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഇവർ 3 ദൈവങ്ങളാണ്. ട്രൈതീസം. അപ്പോൾ മറ്റു ചിലർ പറഞ്ഞു അങ്ങനെയല്ല, മോഡലിസമാണ്. മോഡലിസം എന്ന വാക്ക് വന്നിരിക്കുന്നത് മോഡലിൽ നിന്നല്ല, മോഡിൽ നിന്നാണ്. മോഡിന്റെ ആഡ്ജക്റ്റീവ് ആണ് മോഡൽ. 3 ഫോംസ്. ഒരു ദൈവമാണ്, പക്ഷേ 3 ഫോമാണ്. ഇപ്പോൾ സാധാരണ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നത് പോലെ H2O എന്ന് പറയുന്ന 2 molecules ഓഫ് ഹൈഡ്രജൻ and 1 molecule ഓഫ് ഓക്സിജൻ ഒരുമിച്ച് ചേരുമ്പോൾ അത് വെള്ളമാകാം ഒരു ഫോം, അത് ആവിയാകാം മറ്റൊരു ഫോം, അത് ഐസ് ആകാം മറ്റൊരു ഫോം. എസൻസിൽ ഒന്നാണ്, പക്ഷേ ഫോംസ് ആർ ഡിഫറെന്റ്, മോഡ്സ് ആർ ഡിഫറെന്റ്. അതുപോലെയാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ ദൈവം എന്ന് ചിലർ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു. മോഡലിസം. അപ്പോൾ മറ്റു ചിലർ പറഞ്ഞു അങ്ങനെയല്ല, സബോർഡിനേഷനിസമാണ്. അതായത് പിതാവായ ദൈവം ആണ് അൾട്ടിമേറ്റ്, പുത്രനായ ദൈവവും പരിശുദ്ധമായ ദൈവവും സബോർഡിനേറ്റ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടും അതിന്റെ വേരിയൻസും, അങ്ങനെ ഒത്തിരി കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. എന്നാൽ അടിസ്ഥാനപരമായി ഈ 3 കോൺട്രവേഴ്സികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സഭാ കൗൺസിൽ കൂടിയിട്ട് അതേക്കുറിച്ച് വ്യക്തമായൊരു ധാരണയിൽ എത്തിച്ചേർന്നു. ആ ധാരണ അടിസ്ഥാനത്തിലാണ് വിവിധ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ ചിട്ടപ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞു. ക്രീഡ്സ്, വിശ്വാസ പ്രമാണങ്ങൾ ചിട്ടപ്പെടുത്തിയത് എന്നും നമുക്ക് അറിയാം. ഇതിനകത്തുണ്ടായിരുന്ന അടിസ്ഥാനപരമായ ചില കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്. ഒന്ന്, God, the triune God is eternal. 2, triune God അവർ co-existing ആണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും co-existing ആണ്, സൈമൾട്ടേനിയസ് ആയി എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവർ 3 പേരും ഈക്വൽ ഇൻ സ്റ്റേറ്റസ് ആൻഡ് ഗ്ലോറി ആണ്. ഇറ്റേണൽ, co-existing ആൻഡ് ഈക്വൽ. ട്രിനിറ്റിയെ കുറിച്ച് സഭ ഇന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? സൃഷ്ടിയുടെ സമയം മുതലേ ഉണ്ട് 3 പേരും. പിതാവായ ദൈവം പുത്രനായ ദൈവത്തിലൂടെ വാക്കിലൂടെ സകലത്തെയും ക്രിയേറ്റ് ചെയ്തു. ത്രൂ ഹിസ് വേർഡ്. യോഹന്നാൻ പഠിപ്പിക്കുന്നു, വേർഡ് became ജീസസ്, വേർഡ് ഇൻകാർണേറ്റഡ് ആസ് ഫ്ലഷ്. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം സൃഷ്ടിയുടെ സമയത്തുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്ന വലിയ ആക്ടിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നു ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം. യേശുവിന്റെ ബാപ്റ്റിസം സമയത്തും ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പിതാവ് പറയുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ, പിതാവും പുത്രനും. ആ സമയത്ത് പ്രാവ്, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടെ ഇറങ്ങി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സോ അവിടെയും ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം കാണുവാൻ സാധിക്കും. ഇന്ന് കുറിവാക്യമായി വായിച്ചു കേട്ട വാക്യം നമ്മൾ പറഞ്ഞു, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഇതൊന്നിന് ശേഷം ഒന്നായി വരുന്നതല്ല. ആദ്യം പിതാവിന്റെ സ്നേഹം, പിന്നെ പുത്രന്റെ കൃപ, പിന്നെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അങ്ങനെ 3 പേര് സൈമൾട്ടേനിയസ് ആണ്, co-existing ആണ്. ഇത് 3 ഒരേ സമയം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. കാരണം ഈ 3 പേരും ഒരേ സമയം പ്രവർത്തന നിരതരാണ്. 3 പേരും ഒന്നാണ്. ആൻഡ് they are equal in status and glory. They are equal in status and glory. സാധാരണ ട്രിനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ട്രയാങ്കിൾ, അല്ലെ? ട്രയാങ്കിൾ. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഈ ടോപ്പ്
ഇവിടെ ആയിരിക്കും നമ്മൾ പിതാവിനെ സ്ഥാപിക്കുന്നത്, ഇവിടെ നമ്മൾ പുത്രനെ സ്ഥാപിക്കും, ഇവിടെ നമ്മൾ ഹോളി സ്പിരിറ്റിനെ, പരിശുദ്ധാത്മാവിനെ സ്ഥാപിക്കും. സോ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഈ ട്രയാങ്കിൾ ഒരു പ്രശ്നമുണ്ട്. ഈ ട്രയാങ്കിൾ വളരെ ഹൈറാർക്കിക്കലാണ്, ശ്രേണി സംബന്ധമാണ്. പിതാവിനെ മോളി വെച്ച് നമ്മൾ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും താഴെ വെച്ചു. അങ്ങനെയല്ല ട്രിനിറ്റിയുടെ ട്രയാങ്കിൾ. ട്രിനിറ്റിയുടെ ട്രയാങ്കിൾ ഇസ് നോട്ട് വെർട്ടിക്കൽ ട്രയാങ്കിൾ. ട്രിനിറ്റിയുടെ ട്രയാങ്കിൾ ഇസ് ഹൊറിസോണ്ടൽ ട്രയാങ്കിൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും they are equal in status and glory. They are equal in status and glory. ഇതാണ് ട്രിനിറ്റിയുടെ ട്രയാങ്കിൾ. ഇങ്ങനെ വെർട്ടിക്കൽ അല്ല, ഇസ് ഹൊറിസോണ്ടൽ. All are equal in status and glory. ഇതൊക്കെ പഠിക്കുവാൻ അടിസ്ഥാനമാക്കാവുന്ന അനേക വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. എല്ലാത്തിലേക്കും നമുക്കിപ്പോൾ ആഴത്തിലിറങ്ങി ചെല്ലുവാൻ സാധ്യമല്ല. ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, ആ പ്രൊലോഗ് ടു ദ ഗോസ്പൽ എടുത്താൽ തന്നെ ആദ്യം പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം എന്ന് പറയുമ്പോൾ പുത്രനായ ദൈവത്തെ കുറിച്ചാണ് നമുക്കറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നു ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. പിന്നെ പറയുന്നു ആ വചനം ദൈവമായിരുന്നു. സി ദ ഫാദർ ആൻഡ് ദ സൺ അവിടെ തന്നെ വരികയാണ്. പിന്നെ ആ വാക്യം താഴോട്ട് പറയുകയാണ്, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സോ ഫാദർ ആൻഡ് സൺ ദേ ആർ സെയിം ആൻഡ് ഈക്വൽ എന്നതിന്റെ ഒരു അടയാളമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതേ സുവിശേഷത്തിൽ തന്നെ 14-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമ്മൾ വായിക്കുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്താ പറഞ്ഞത്? എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പിതാവ് തന്റെ ആത്മാവിനെ തരും. പിതാവ് തന്റെ ആത്മാവിനെ തരും. പിതാവ് തന്റെ ആത്മാവ് പിതാവ് തന്റെ ആത്മാവിനെ തരും. എന്നിട്ട് ഒരു 2 വാക്യം കഴിയുമ്പോൾ 18-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. He will send him. I. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ഒക്കെ ഒരുമിച്ച് ചേർത്ത് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ he, him, I ഇതെല്ലാം ഒന്നിനെ തന്നെ സൂചിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, വേദപുസ്തകത്തിലെ വാക്യങ്ങൾ പലതും കൂട്ടിച്ചേർത്ത് വായിച്ചെങ്കിൽ മാത്രമേ ചില മർമ്മങ്ങൾ, അതിന്റെ ഒരു അംശമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. He will send him, I will come. Trinity. പിന്നെ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ലേഖന ഭാഗത്തേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം വായിക്കുമ്പോൾ 1 Corinthians chapter 15 verse 45 അതിന്റെ 2-ാം ഭാഗത്ത് പുത്രനും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? ഒടുക്കത്തെ ആദാം. ആരാ ഒടുക്കത്തെ ആദാം? യേശുവാണ്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. 2 കൊരിന്ത്യർ 2 Corinthians chapter 3 verse 18 അവിടെ പറയുകയാണ്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആത്മാവാകുന്ന കർത്താവ്, ആത്മാവാകുന്ന കർത്താവ്. And we all who with unveiled faces contemplate the Lord's glory are being transformed into his image with ever increasing glory which comes from the Lord who is the Spirit. 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 കർത്താവ്, കർത്താവാകുന്ന ആത്മാവ്, ആത്മാവാകുന്ന കർത്താവ്. See the relationship. അവർ ഒന്നാണ്, രണ്ടല്ല. പുത്രനായ ദൈവവും പരിശുദ്ധാത്മാ ദൈവവും ഒന്നാണെന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു ഭാഗമാണ്. ഒരു ഭാഗം കൂടെ പറഞ്ഞ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും, മർക്കോസ് 13 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും, ലൂക്കോസ് 12 11 മുതൽ 12, ലൂക്കോസ് 21 12 മുതൽ 15 ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ശിഷ്യഗണങ്ങളൊക്കെ ട്രിബുലേഷൻസിലെ കഷ്ടതകളിലേക്ക് പോകുന്നതിനെ കുറിച്ച്, ന്യായാധിപ സംഘത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും, അവർ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, നിങ്ങളെ ചമ്മട്ടിക്കടിക്കും, നിങ്ങളെ മർദ്ദിക്കും, നിങ്ങൾക്കെതിരെ വാദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തു പറയണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞു തരും എന്ന് പറയുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും.
മത്തായി പറയുമ്പോൾ അവിടെ പറയുക, at that time you will be given what to say, for it will not be you speaking but the Spirit. എന്ന് മാത്രമല്ല, Spirit of your Father. പിതാവ്, ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. Spirit of your Father. Father God, Spirit God. See the relationship? രണ്ടല്ല, ഒന്നാണ്. മർക്കോസ് അത് തന്നെ പറയുന്നുണ്ട്. മർക്കോസ് പക്ഷേ പിതാവിനെ ഒഴിവാക്കിയിട്ട് പറയുന്നു, for it is not you speaking but the Holy Spirit, for the Holy Spirit will teach you at that time what you should say. ലൂക്കോസിലും അത് കാണാൻ സാധിക്കും. ലൂക്കോസ് 12:11 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, 21:12 മുതൽ 15 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താ യേശു പറയുന്നറിയാമോ? For I will give you words and wisdom that none of your adversaries will be able to resist or contradict. പിതാവ് നിങ്ങൾക്ക് നൽകും, പിതാവ് തന്റെ ആത്മാവിനോട് നിങ്ങൾക്ക് നൽകും, ഞാൻ നിങ്ങൾക്ക് നൽകും. ഇവരൊക്കെ ഒന്നല്ലേ? ഒരു ദൈവത്തിന്റെ 3 വ്യക്തിത്വങ്ങൾ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ട്രിനിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, they are not 1 + 1 + 1 = 3, but 1 × 1 × 1 = 1. 1 + 1 + 1 = 3 അല്ല, 1 × 1 × 1 = 1 ആണ് ട്രിനിറ്റി. പ്രിയപ്പെട്ടവരെ, തൃത്വത്തിന്റെ പേരിൽ നമ്മൾ ഒത്തിരി ഡോക്ട്രിനൽ കോൺട്രവേഴ്സികളിലേക്ക്, ആർഗ്യുമെന്റ്സിലേക്ക് പോകുന്നവരാണ്. പക്ഷേ നമുക്ക് ഒരു ഉറപ്പ് വേണം. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധമായ ദൈവവും ഒരു 3 ദൈവങ്ങളല്ല, അവർ ഒരു ദൈവം തന്നെയാണ്. They are 1 in 3 and 3 in 1. Well, now I come to the main and the last part of this sermon, this meditation. Okay, നമ്മൾ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി, ട്രിനിറ്റിയുടെ ചരിത്രം, ട്രിനിറ്റിയുടെ ഡോക്ട്രിൻ ഒക്കെ മനസ്സിലാക്കി. But the question is, so what? അതുകൊണ്ട് എന്താ, എന്തിനു വേണ്ടി ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഡോക്ട്രിൻസ് നമ്മളെ നയിക്കേണ്ടത് രൂപാന്തരത്തിലേക്കാണ്. വിശ്വാസം നമ്മളെ നയിക്കേണ്ടത് രൂപാന്തരത്തിലേക്കാണ്, ട്രാൻസ്ഫോർമേഷനിലേക്കാണ്. നമ്മൾ മറക്കരുത്. ഈ സഭയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ചുതി എന്താണെന്ന് അറിയാമോ? കർത്താവ് ആഗ്രഹിച്ചത് റെയിൻ ഓഫ് ഗോഡ് ആണ്, പക്ഷേ ഇന്ന് സംഭവിച്ചത് റെയിൻ ഓഫ് ചേർച്ച് ആണ്. റെയിൻ ഓഫ് ഗോഡ് ആണ് കർത്താവ് ആഗ്രഹിച്ചത്, എന്നാൽ കാലാന്തരത്തിൽ സംഭവിച്ചു പോയത് റെയിൻ ഓഫ് ചേർച്ച് ആണ്. ദൈവരാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. ദൈവരാജ്യത്തിന് ഉതകുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടുക എന്നതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. സഭയെ ഒരു രാജ്യമാക്കി പ്രഖ്യാപിച്ച് അതിനൊരു രാജാവും അതിന് കുറെ പ്രജകളും. ഈ ഒരു കോൺസെപ്റ്റ് ഇസ് എൻഡേഞ്ചറിങ് ചർച്ച് ആസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ശരീരമാകുന്നതിൽ നിന്ന് സഭ അകറ്റുകയാണ്. എക്ലീഷ്യ എന്ന വാക്ക് നമുക്കറിയാം, സഭയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കെർക്ക് എന്ന വാക്കും അറിയാം, ചേർച്ച് എന്ന വാക്കും അറിയാം. ചേർച്ച് എന്ന വാക്ക് ഉടലെടുത്തിരിക്കുന്നത് കെർക്കിൽ നിന്നാണ്. കെർക്ക് എന്ന വാക്ക് ഉടലെടുത്തിരിക്കുന്നത് ക്യൂറിയോസ് ലോഡിൽ നിന്നാണ്. എക്ലീസിയ, ദൈവം നമ്മളെ വിളിച്ചു ചേർത്തു എന്നുള്ള ആ ഒരു ചിന്ത മാറിയിട്ട് ലോഡ്, അധികാരത്തിന്റെ കെർക്കുകളായി സഭകൾ മാറുമ്പോൾ ഇവിടെ ഡോക്ട്രിൻസും ചരിത്രവും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷണലായി സ്ഥാപനവൽക്കരിക്കപ്പെട്ട സഭയുടെ ഗ്ലോറിക്ക് വേണ്ടി മാറ്റി എഴുതപ്പെടുകയാണ്. ഡോക്ട്രിൻസും ചരിത്രങ്ങളും ഒക്കെ എഴുതപ്പെടുക എന്തിനു വേണ്ടിയാ? ഞങ്ങളുടെ സഭയാണ്, എന്റെ സഭയാണ് ബെസ്റ്റ് എന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോവുക. അതല്ല ഡോക്ട്രിൻസിന്റെ ഉദ്ദേശം, അതല്ല വിശ്വാസത്തിന്റെ ഉദ്ദേശം. മറിച്ച് നമ്മളെ രൂപാന്തരത്തിലേക്ക് നയിക്കുക എന്നതാണ് ഡോക്ട്രിൻസിന്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 3 രൂപാന്തരങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ചുരുക്കമായി, വളരെ വേഗം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. 1, ട്രിനിറ്റി പോയിന്റ്സ് us towards solidarity. ട്രിനിറ്റി നമ്മളെ നയിക്കുന്നത് ഐക്യദാർഢ്യത്തിന്റെ ഒരു വലിയ ജീവിത രീതിയിലേക്കാണ്. ലിയോണാർഡ് ബോഫ് എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ തിയോളജിയൻ പറയുക, ദൈവത്തിലെ 3 വ്യക്തിത്വങ്ങളെ കുറിച്ച്, പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പറയുകയാണ്. ദി എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് പേഴ്സൺ ഈസ് ടു ബി ഫോർ ദി അതേഴ്സ്, ത്രൂ ദി അതേഴ്സ്, വിത്ത് ദി അതേഴ്സ് ആൻഡ് ഇൻ ദി അതേഴ്സ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ആ ബന്ധത്തിന് ഉപയോഗിക്കുന്ന വാക്ക്. ആ വാക്ക് നിങ്ങൾ മറന്നാലും കുഴപ്പമില്ല. പെരിക്കോറോസിസ് എന്നാണ്. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. ഒന്നൊന്നിൽ വസിക്കുന്നു. പിതാവ് പുത്രൻ വസിക്കുന്നു, പുത്രൻ ആത്മാവിൽ വസിക്കുന്നു, ആത്മാവ് പിതാവിൽ വസിക്കുന്നു. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. ഒരർത്ഥത്തിൽ ഈ ഒരു ചിന്ത നമുക്ക് നൽകുന്ന അഷ്വറൻസ് ഭയങ്കര വലുതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ തമ്മിൽ മാനുഷികമായ സോഷ്യൽ ഡിസ്റ്റൻസിംഗിൽ ഉൾപ്പെടുമ്പോൾ പ്രായമായവരും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ അതിൻ്റെതായ പ്രയാസങ്ങളും മെന്റൽ ട്രോമയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ
ഈ ഒരു ചിന്ത നമുക്ക് നൽകുന്ന അഷ്വറൻസ് എന്താണെന്ന് അറിയാമോ? വി ഹാവ് എ ഗോഡ് ഹു ചെറിഷസ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നമുക്കുണ്ട്. എ ഗോഡ് ഹു നെവർ വാണ്ട്സ് ടു ഡിസ്റ്റൻസ് ഹിംസെൽഫ് ഫ്രം അസ്. നമ്മളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കാത്ത ദൈവം, നമ്മളിൽ ഡ്വെല്ല് ചെയ്യണം, നമ്മൾ അവരിൽ ഡ്വെല്ല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനായ ഒരു ദൈവം, നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അറിഞ്ഞ് നമ്മിലേക്ക് ഇറങ്ങി വരുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന്. കാരണം ദൈവത്തിന്റെ സ്വഭാവമാണ് ബന്ധമെന്ന് പറയുന്നത്. ട്രയോൺ ഗോഡ് ഒരു ബന്ധത്തിലായതുപോലെ ദൈവത്തിന്റെ സ്വഭാവമാണ് ബന്ധം, ദൈവത്തിന്റെ എസൻസ് ആണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളുമായും ബന്ധപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ വചനശ്രൂഷ ശ്രമിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വേദന ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ, വി ഹാവ് എ ഗോഡ് ഹു നെവർ വാണ്ട്സ് us to be in solitude. A God who is always willing to come into us, within us, നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മളുമായി ബന്ധം സ്ഥാപിക്കുവാൻ, അത് ചെറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ ഇത് നമുക്ക് നൽകുന്നൊരു ചലഞ്ചുമുണ്ട്. അഷ്വറൻസ് മാത്രമല്ല, ഈ ട്രിനിറ്റിയുടെ ഈ ഒരു തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് നമുക്ക് നൽകുന്നൊരു ചലഞ്ചുണ്ട്. എന്താ ചലഞ്ച് എന്നറിയാമോ? ടു റിമെയിൻ ഇൻ സോളിഡാരിറ്റി വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി സോളിഡാരിറ്റിയിൽ, വേദന അനുഭവിക്കുന്നവരുമായി, പീഡനം അനുഭവിക്കുന്നവരുമായി ഐക്യദാർഢ്യപ്പെടുവാൻ, സോളിഡാരിറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ട്രിനിറ്റി നമുക്ക് ആഹ്വാനം നൽകുകയാണ്. അപ്പോൾ ട്രിനിറ്റി നമുക്ക് നൽകുന്ന അഷ്വറൻസ് എന്ന് പറയുന്നത്, നമ്മുടെ വേദനകൾ ഇറങ്ങി വരുന്നവനായ ഒരു ദൈവമുണ്ട്, നമ്മളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമുണ്ട്. കാരണം ബന്ധം എന്ന് പറയുന്നത് അവന്റെ എസൻസിന്റെ ഭാഗമാണ്. എന്നാൽ അതോടൊപ്പം ആ ട്രിനിറ്റി നമുക്ക് നൽകുന്ന ഒരു ചലഞ്ച് ഉണ്ട്. ആ ചലഞ്ച് എന്ന് പറയുന്നത്, വേദന അനുഭവിക്കുന്നവരുമായി, പീഡനം അനുഭവിക്കുന്നവരുമായി നമ്മൾ ഒരു ഐക്യദാർഢ്യത്തിലേക്ക് ചെല്ലണം. സഭ എന്ന് പറയുന്നത് കംഫർട്ട് സോണിൽ ഇരിക്കാനുള്ളതല്ല. Church is never supposed to remain in comfort zone, but we are supposed to go out of the comfort zone into the pains of others. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻകാർണേറ്റ് ചെയ്ത് വന്നതുപോലെ, ജഡാവതാരം ധരിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇൻകാർണേറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, സോളിഡാരിറ്റി. രണ്ടാമത്, ഈ ട്രിനിറ്റി നമുക്ക് നൽകുന്ന ഒരു ജീവിത രീതിയെക്കുറിച്ചുള്ള ആഹ്വാനം ഈസ് യൂണിറ്റി, ഐക്യതയാണ്. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന കോൺസെപ്റ്റാണ്. നമ്മൾ, വി, അസ് എന്ന കോൺസെപ്റ്റാണ്. ബീയിങ് അസ്, ബീയിങ് ഇൻ കമ്മ്യൂണിയൻ, ബീയിങ് ഇൻ കമ്മ്യൂണിയൻ. സത്യത്തിൽ ഈ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് ഒരു നൗൺ അല്ല, അത് വേർബാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ കമ്മ്യൂണിയൻ ആകത്തുള്ളൂ. അപ്പോൾ കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വി ആർ സ്പീക്കിംഗ് അബൌട്ട് കമ്മ്യൂണിങ്. കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കമ്മ്യൂണിങ്ങിനെ കുറിച്ച്, തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഒരു തരം കമ്മ്യൂണിങ്. നമ്മൾ ഒന്നാണ്, ഒരുമയിലേക്ക് വരുന്ന ആ ഒരു വലിയ ഫീലിംഗ്, കമ്മ്യൂണിങ്ങിന്റെ ഫീലിംഗ്. ഈ എങ്ങനെ നമുക്ക് ഈ അസ് ആയി തീരാൻ സാധിക്കുന്നത്? ഹി, യു, ഐ എന്നുള്ളത് മാറിയിട്ട് അസിലേക്ക് എങ്ങനെ നമുക്ക് വരാൻ സാധിക്കും? അസ്, നമ്മൾ, അതിലേക്ക് എങ്ങനെ വരാൻ സാധിക്കും? ഈ 2020 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒത്തിരിയിടത്ത് ഈ അസ് എന്നുള്ള ഫീലിംഗ് കേൾക്കാം, അസ് എന്നുള്ള ചിന്ത കേൾക്കാം. പക്ഷേ അവിടെയൊക്കെ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ അസ് എന്ന് പറയുന്നത്, നമ്മൾ, ഞങ്ങൾ എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഉടലെടുക്കുന്നത് അടിച്ചമർത്തലിലൂടെയാണ്. അതായത് 5 പേര് ഒരുമിച്ച് നിന്നാൽ, 5 പേര് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഒന്നാമൻ രണ്ടാമനെയും മൂന്നാമനെയും നാലാമനെയും അഞ്ചാമനെയും അടിച്ചമർത്തി ഇവന്റെ സ്വരം മാത്രം കേൾക്കും. എന്നിട്ട് പറയും, നോക്ക്, ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ വൈവിധ്യം, ഇവിടെ വിഭിന്നമായ സ്വരങ്ങളൊന്നുമില്ല, ഇവിടെ ഒറ്റ സ്വരമാണ്, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ട യുനാനിമസ് ആ ഡിസിഷൻ എന്ന് പറയും അല്ലേ. ഞാനൊരു പൊതുയോഗം നടത്തുകയാണെങ്കിൽ പൊതുയോഗത്തിൽ മാത്തുക്കുട്ടിയും തോമസ് കുട്ടിയും വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോൾ ഞാൻ അവരെ അടിച്ചിരുത്തിയിട്ട് ഞാൻ പറയും, നോക്ക്, യുനാനിമസ് ഡിസിഷനാണ്. ഇന്നത്തെ കാലത്ത് വൺനെസ് എന്ന് പറയുന്നത് പലപ്പോഴും ഹോമോജിനൈസേഷനിലൂടെ, അടിച്ചമർത്തലിലൂടെ കൊണ്ടുവരുന്നതാണ്. പലപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് മറ്റുള്ളവരെ അടിച്ചിരുത്തിയിട്ട് പറയും, എന്റെ ശബ്ദം, ഇവിടെ പല നിറങ്ങളുണ്ടായിരിക്കാം, പക്ഷേ മറ്റു നിറങ്ങളെയൊക്കെ ഞാൻ അങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട് എന്റെ നിറം മാത്രം ഉയർത്തി നിർത്തിയിട്ട് പറയും, ഇവിടെ എല്ലാം ഒന്നാണ്, ഇവിടെ ഒരു സ്വരമേ ഉള്ളൂ, ഒരു നിറമേ ഉള്ളൂ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു നിറത്തിലാണ്. എങ്ങനെയാ നിറം ഒപ്പിച്ചത്? ബാക്കി നിറങ്ങളെയൊക്കെ അടിച്ചമർത്തിയാണ് ഈ ഒരു നിറം ഉയർന്നു വന്നത്. ബാക്കി സ്വരങ്ങളെയൊക്കെ അടിച്ചമർത്തിയാണ് ഈ ഒരു സ്വരം ഉയർന്നു വന്നത്. ട്രിനിറ്റിയിൽ വൺനെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് മെനീനെസ്. ഐ റിപ്പീറ്റ്, ട്രിനിറ്റിയിൽ, തൃത്വത്തിൽ വൺനെസ് എന്ന് പറയുന്നത് മെനീനെസ് ആണ്. വർത്തമാനസഭയിലെ YT വിനയരാജന്റെ എക്യുമെനിസത്തെ കുറിച്ച് ആർട്ടിക്കിൾ തന്നെയുണ്ട്, ഫ്രം വൺനെസ് ടു മെനീനെസ്. ഈ വൺനെസ് എന്ന് പറയുന്നത് മെനീനെസ് ആണ്. എന്താ ഈ മെനീനെസ് എന്ന് പറയുന്നത്? വൈവിധ്യങ്ങളെ സ്നേഹിക്കുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പെന്തക്കോസ്ത് ദിനത്തിൽ അതല്ലേ നമ്മൾ കാണുന്നത്.
എബ്രായന്റെ ഒരു അഹങ്കാരമായിരുന്നു. ദൈവം സംസാരിക്കുന്നത് ദൈവത്തിന്റെ ഭാഷ എബ്രായ ഭാഷയാണ്, ഈ ഭാഷയിലൂടെ മാത്രമേ ദൈവം തന്റെ സത്യങ്ങൾ ലോകത്തെ അറിയിക്കുകയുള്ളൂ എന്ന്. പക്ഷെ അത് മാറ്റിയില്ലേ ദൈവം? ഫ്രിഗ്യന്റെ ഭാഷയിലൂടെ, പംഫൂലിയന്റെ ഭാഷയിലൂടെ, ക്രേത്യന്റെ ഭാഷയിലൂടെ സംസാരിച്ചില്ലേ ദൈവം? മെനീനസ്. നമ്മുടെ ലോകത്തും നമ്മുടെ സഭകളിലുമൊക്കെ വൈവിധ്യങ്ങളെ അംഗീകരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ ഈ പെന്തക്കോസ്ത് കൊണ്ടും ട്രിനിറ്റി കൊണ്ടും ആരാധനകൾ കൊണ്ടും ഒക്കെ അർത്ഥമുള്ളൂ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ കൊല്ലപ്പെട്ട ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന മനുഷ്യൻ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഒരു സമൂഹം പറയുകയാണ്, ഇവിടെ ഒരു നിറം മതി, ബാക്കി നിറങ്ങൾ വേണ്ട. അങ്ങനെ പറയുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ പിടയുകയാണ്, ഐ കാൺ ബ്രീത്ത്. ഇന്ന് എന്റെ നിങ്ങളുടെ കൺമുമ്പിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ മഹാടവകയിൽ എത്ര നിറങ്ങളാണ് വിളിച്ച് കരയുന്നത്. ഐ കാൺ ബ്രീത്ത്, ശ്വാസം മുട്ടുന്നു എന്ന് കരയുന്നത്. ഞാൻ ഒരു കാര്യം ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുക. ഈ ഐ കാൺ ബ്രീത്ത് എന്ന് പറയുന്നത് ഒരു വിക്ടിമിന്റെ കരച്ചിലായി കാണരുത്. ഒരു വിക്ടിമിന്റെ കരച്ചിലായി കാണരുത്. ഐ കാൺ ബ്രീത്ത് എന്ന് പറയുന്നതിന്റെ വേറെ അർത്ഥം എന്താണെന്നറിയാമോ? എന്റെ കഴുത്തേന്ന് കാലെടുത്ത് മാറ്റടാ, എന്റെ കഴുത്തേന്ന് കാലെടുത്ത് മാറ്റടാ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. See, many in our society, many in our church, many communities, many people, അവർ നമ്മളോട് പറയുകയാണ്, ശ്വസിക്കാൻ സാധിക്കുന്നില്ല. പല നിറങ്ങളും പല സ്വരങ്ങളും അടിച്ചമർത്തപ്പെടുമ്പോൾ പറയുകയാണ്, ശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിക്ടിംഹുഡ് അല്ല, ഒരു റെസിസ്റ്റൻസ് ആണ്. മാറ്, കാലെടുത്ത് മാറ്റ്, എനിക്ക് ശ്വസിക്കണം. Oneness is possible only when we acknowledge manyness. CSI സഭ ഇതൊരിക്കലും മറക്കരുത്. ഈ മെനീനസ് എങ്ങനെയാണെന്ന് അറിയാമോ? Only by being open to one another. Father is always ready to embrace Son. Son is always ready to embrace Father. Father and Son are always ready to embrace Spirit. Spirit and Son, they're always ready to embrace Father, embracing each other. Hospitality. ആതിഥേയത്വം. Hospitality. CSI സഭ ഈ ദിവസങ്ങളിലൊക്കെ ബോർഡർലെസ് ചേർച്ച് ഈ കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമുക്കറിയാം. എന്നാൽ CSI സഭയുടെ ഉള്ളിലും CSI സഭയും മറ്റു സഭകളുമായുള്ള ബന്ധത്തിലും ഈ ബോർഡർലെസ്നെസ് ഒക്കെ നമുക്ക് സാധ്യമായി തീരണമെങ്കിൽ ട്രിനിറ്റിയെ കുറിച്ച് വ്യക്തമായ ദർശനം, ആ ട്രിനിറ്റി പഠിപ്പിക്കുന്ന അസ് എന്ന് പറയുന്ന മ്യൂച്വൽ എംബ്രേസിങ്ങിന്റെ ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെയൊക്കെ സഭയുടെ ഉള്ളിൽ ജാതിയുടെ പേരിൽ, ലിംഗത്തിന്റെ പേരിൽ വൈവിധ്യങ്ങളുള്ളതിനെ അടിച്ചമർത്തുവാനുള്ള മുഖാന്തരങ്ങളാക്കി നാം മാറ്റുമ്പോൾ ഓർക്കുക, എന്നിട്ട് ചില നിറങ്ങളെ അടിച്ചമർത്തി, ഒരു നിറത്തിന്റെ ചില സ്വരങ്ങളെ അടിച്ചമർത്തി ഒരു സ്വരത്തിന്റെ മാത്രം സഭയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ വെറുതെയാണ്. പാപമാണ് ചെയ്യുന്നത്. നമ്മൾ പാപം ആണ് ചെയ്യുന്നത്. മറ്റു സഭകളുമായുള്ള ബന്ധത്തിലും എക്യുമെനിസത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ അടുത്ത സമയത്തൊക്കെ എനിക്കുള്ള ഒരു ഭയമാണ്, CSI സഭയിൽ കാഴ്ചപ്പാടുകൾ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. എന്താ മാറ്റമെന്നറിയാമോ? CSI സഭ ഉടലെടുത്തത് തന്നെ യുണൈറ്റഡ് ആൻഡ് യുണൈറ്റിംഗ് ചർച്ച് ആയിട്ടാണ്. ഒരു മൂവ്മെന്റ് ആണത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ച് എന്ന നിലയിലേക്ക് നമ്മൾ മാറിയിട്ട് നമ്മൾ ക്ലോസ് കമ്മ്യൂണിറ്റിയായി മാറുകയാണ്. മറ്റുള്ളവരുമായി റിലേറ്റ് ചെയ്യാൻ നമുക്ക് എവിടേക്കും ഒരു വിമുഖത ഉള്ളതുപോലെ ചില കോണുകളിൽ നിന്നെങ്കിലും ചില സ്വരങ്ങൾ ഉയർന്നു തുടങ്ങുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. അതല്ല CSI സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എക്യുമെനിസത്തിന് വേണ്ടി, യൂണിറ്റിക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ, റിലേറ്റ് ചെയ്യണമെങ്കിൽ റിലേറ്റ് ചെയ്യുവാനുള്ള മനസ്സ് നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകണം. ട്രിനിറ്റി എന്ന് പറയുന്നത് ആ ഒരു യൂണിറ്റി ആണെങ്കിൽ ആ യൂണിറ്റിയിലേക്ക് പോകാൻ സഭയ്ക്ക് ഒരു വലിയ ത്വരയുണ്ടാകണം. We should crave for that unity. കർത്താവ് ആഗ്രഹിക്കുന്ന ആ യൂണിറ്റി നമ്മിലൂടെ സാധ്യമായി തീരണം. CSI സഭയും എക്യുമെനിസവും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്, എക്യുമെനിസം ഒരു നല്ല വെർച്യു ആണ്, നമുക്കും അത് വേണം എന്നുള്ളതല്ല. Ecumenism is the very essence of CSI. Ecumenism is the very breath of CSI. CSIയുടെ ശ്വാസമാണ് ecumenism. Ecumenism ഇല്ലെങ്കിൽ CSI സഭ ഇല്ല. See, that is the difference. അതിന്റെ ഉദാത്തമായ മാതൃകയാണ് ട്രിനിറ്റിയിൽ നമ്മൾ കാണുന്ന യൂണിറ്റി. Us. It's a communing relationship. Manyness ഈ ഒരു ബന്ധം, not a closed island community, but being open to one another. മൂന്നാമത് അവസാനം, it's about equality. It's about equality. സബോർഡിനേഷൻ ഇല്ല അവിടെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞാൻ നേരത്തെ ഓർപ്പിച്ച ട്രയാങ്കിൾ ഓർക്കുന്നുണ്ടല്ലോ, വെർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടൽ ആണ്. ഇക്വാലിറ്റി ഉണ്ട്. ഇക്വാലിറ്റി നമ്മുടെ സമൂഹത്തിലും സഭയിലും വരണം. ട്രിനിറ്റി നമ്മളെ അതിലേക്ക് നയിക്കണം.
തൃത്വം നമുക്ക് തന്ന ആഹ്വാനം ഈ ഒരു സമത്വത്തിന്റെ ഒരു സമൂഹത്തിലേക്ക്, സഭയിലേക്ക് നമ്മളെ നയിക്കുവാനുള്ള ആഹ്വാനമാണ്. പക്ഷേ ഈ സമത്വം എങ്ങനെ സാധ്യമാകും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇന്നത്തെ കാലത്ത് എങ്ങനെ സമത്വം സാധ്യമാകും? ഒത്തിരി വേർതിരിവുകളും വ്യത്യാസങ്ങളും ഒക്കെ ഉള്ള ഒരു സഭയിൽ എങ്ങനെ സമത്വം സാധ്യമാകും? ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. തെറ്റാണ്, അങ്ങനല്ല. ഇന്ന് പലരും പറയുന്നു, പ്രിവിലേജസ് ഉള്ള പലരുമാണ് പലപ്പോഴും പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. നോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് മെറിറ്റ്, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അല്ല, അതല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മത്സരം നടക്കുക, ആനയും ഒരു കിളിയും തമ്മിലാണ് മത്സരം, ആനയും ഒരു പക്ഷിയും തമ്മിൽ. മത്സരത്തിൽ ഇതാ പറഞ്ഞിരിക്കുന്നത്, ആര് ആദ്യം മരത്തിന്റെ മുകളിൽ കയറുമോ അവർ വിജയിക്കും. ആരാദ്യം വൃക്ഷത്തിന്റെ മുകളിൽ കയറുമോ അവർ വിജയിക്കും. ആരാദ്യം കയറും? പക്ഷിയെ കയറത്തുള്ളൂ, കിളിയെ കയറത്തുള്ളൂ. ആനയ്ക്ക് കയറാൻ പറ്റുമോ? നമ്മൾ പറയും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് കൊടുത്തത്. ആനയ്ക്കും പക്ഷിക്കും ഒരേ ഓപ്പർച്യൂണിറ്റിയാണ് കൊടുത്തത്. ആരുടെ കുഴപ്പം? ആരുടെ കുഴപ്പം? അങ്ങനല്ല ഇക്വാലിറ്റി. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ഇന്ത്യ. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൽ സാധ്യമല്ല. അങ്ങനെയല്ല ഇക്വാലിറ്റി. ഇക്വാലിറ്റി ഓപ്പർച്യൂണിറ്റി അല്ല, മറിച്ച് ഇഗാലിറ്റി ആണ്, ഇഗാലിറ്റേറിയൻ ആണ്. പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള അവസരങ്ങൾ നൽകുമ്പോഴാണ്, പ്രപ്പോർഷനേറ്റായി തത്തുല്യമായ ഓരോ സമൂഹത്തിനും തത്തുല്യമായിരിക്കുന്ന അവകാശങ്ങൾ, തത്തുല്യമായിരിക്കുന്ന റൈറ്റ്സ് നൽകുമ്പോഴാണ്, അവർക്ക് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇക്വാലിറ്റി സാധ്യമായി തീരുന്നത്. CSI സഭയിലും മധ്യകേരള മഹാടവകയിലും ഇക്വാലിറ്റിയുടെ അപ്പുറത്ത് ഇഗാലിറ്റിയിലേക്ക് ചിന്തിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ തൃത്വത്തിൽ കാണുന്ന സബോർഡിനേഷൻ ഇല്ലാത്ത, സബാൾട്ടൻസ് ഇല്ലാത്ത, സബോർഡിനേഷൻ ഇല്ലാത്ത ഒരു ഇക്വാലിറ്റി സാധ്യമായി തീരുന്നത്. അതിന് ഒരു ഭാഗത്ത് അടിച്ചമർത്തപ്പെടുന്നവരുടെ അഫർമേഷൻസ് നടക്കണം. മറുഭാഗത്ത് ചില പ്രിവിലേജസ് അനുഭവിക്കുന്ന സമൂഹങ്ങളുണ്ട്. അവർ അവരുടെ പ്രിവിലേജസ് വേണ്ടെന്ന് വെക്കണം, അനുഭവിക്കണം. ഷുഡ് റിപ്പന്റ്. ദോസ് ഹു എൻജോയ് പ്രിവിലേജസ്, കാലാകാലങ്ങളായി പകർന്നു ലഭിച്ച പ്രിവിലേജസ് അത് അനുഭവിക്കുന്നവർ, വി ഷുഡ് റിപ്പന്റ്. അനുഭവിച്ച് പറയണം, ഈ പ്രിവിലേജസ് ഞങ്ങൾ ഈ പ്രാവശ്യം വേണ്ടെന്ന് വെക്കുകയാണ്. കാസ്റ്റ് പ്രിവിലേജസ്, ജെൻഡർ പ്രിവിലേജസ്, റേസ് പ്രിവിലേജസ്. ഓർക്കുക, ട്രിനിറ്റിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്, ഞാൻ പറയും ട്രിനിറ്റിയുടെ ഓപ്പോസിറ്റ് 1 റേസിസം, ട്രിനിറ്റിയുടെ ഓപ്പോസിറ്റ് 2 കാസ്റ്റിസം, ട്രിനിറ്റിയുടെ ഓപ്പോസിറ്റ് 3 പേട്രിയാർക്കൽ. റേസ് പ്രിവിലേജസ്, കാസ്റ്റ് പ്രിവിലേജസ്, ജെൻഡർ പ്രിവിലേജസ് നമ്മുടെ സമൂഹത്തിൽ, സഭകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രിനിറ്റിയെ കുറിച്ചുള്ള പ്രസംഗം, ട്രിനിറ്റിയെ കുറിച്ചുള്ള മെഡിറ്റേഷൻ, പെന്തക്കോസിനെ കുറിച്ചുള്ള മെഡിറ്റേഷൻ ഒക്കെ വെറും അഭിനയം മാത്രമാണ്, കപഠ്യമാണ്. നമ്മുടെ ഡോക്ട്രിൻസും നമ്മുടെ ലിറ്റോർജീസും നമ്മുടെ റിച്വൽസും ഒക്കെ വെറുതെ കാപഠ്യങ്ങളായി മാറുകയാണ്. ഇക്വാലിറ്റിയിലേക്ക് നയിക്കുവാൻ ഈ ട്രിനിറ്റി സൺഡേയിലെ ചിന്തകൾക്ക് സാധിക്കണം. ഇന്നത്തെ ഈ മെഡിറ്റേഷൻ നമ്മളെ ആശ്വാസങ്ങളിലേക്ക് നയിക്കുന്നതിന്റെ അപ്പുറത്ത് നമ്മളെ ഒരു ഡിസ്റ്റർബൻസിലേക്ക് നയിക്കണം. ടു മൂവ് അവേ ഫ്രം അവർ കംഫർട്ട് സോൺസ് ഇൻ ടു ദോസ് സോൺസ് വേർ വി നീഡ് സോളിഡാരിറ്റി, യൂണിറ്റി ആൻഡ് ഇക്വാലിറ്റി. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നമ്മുടെ ഈ ലോകം, നമ്മുടെ സഭ, നമ്മുടെ മഹാടവക ഈസ് പാസിംഗ് ത്രൂ എ ക്രൂഷ്യൽ ജങ്ക്ചർ. കൊടുകുളഞ്ഞ സഭയിൽ, എല്ലാ സഭകളിലും, നമ്മുടെ ഒക്കെ സഭകളിൽ ട്രിനിറ്റി നമുക്ക് നൽകേണ്ട ദർശനം സോളിഡാരിറ്റിയുടെ, യൂണിറ്റിയുടെ, ഇക്വാലിറ്റിയുടെ ദർശനമാണ്. വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുന്ന സഭ, വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുന്ന വ്യക്തികൾ, അസ് എന്നുള്ള കാഴ്ചപ്പാടുകളിലേക്ക് നീങ്ങുന്ന ജീവിതങ്ങൾ, യൂണിറ്റി, ഡൈവേഴ്സിറ്റിയെ അംഗീകരിക്കുന്ന, ബീയിങ് ഓപ്പൺ ടു വൺ അനദർ, സഭയ്ക്കകത്തും ഇതര സഭകളുമായുള്ള ബന്ധങ്ങളിലും ഒക്കെ വ്യക്തമാക്കപ്പെടുന്ന ആ ഒരു യൂണിറ്റി. 3, ഐഡന്റിറ്റി അഫേം ചെയ്യുന്ന, പ്രിവിലേജസ് വേണ്ടെന്ന് വെക്കുന്ന ആ രീതികളിലൂടെ സ്വായത്തമാകുന്ന ഇക്വാലിറ്റി, ഇഗാലിറ്റി. ഇതൊക്കെയാണ് ട്രിനിറ്റി നമുക്ക് നൽകുന്ന ആഹ്വാനം. എല്ലാത്തിലുപരിയായി ബന്ധങ്ങൾ ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മിലേക്ക് നിരന്തരം ഇറങ്ങി വന്ന് നമ്മളുമായി ബന്ധപ്പെടുന്ന, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന, നമ്മളെ തലോടുന്നവനായ, നമ്മളെ കരുതുന്നവനായ, മാറോട് ചേർത്ത് പിടിക്കുന്നവനായ ദൈവം, ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും
പരിശുദ്ധാത്മാ ദൈവത്തിന് സകല ബഹുമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുടെ പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ രക്ഷപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിന് വേണ്ടി വീഴ്ത്തുന്നേറ്റു, അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നന്ദിയോടെ മനുഷ്യരെ ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ പെടുത്താതെ ദുഷ്ടനെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. തൃത്വ ഞായറാഴ്ചയായിരിക്കുന്ന ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. വിവിധ മുഖാന്തരങ്ങൾ കൂടി ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കന്മാർക്ക് നിന്നെ തന്നെ വെളിപ്പെടുത്തിയ എന്നും ജീവിക്കുന്ന നിത്യനായ ത്രിയേക ദൈവമേ, തൃത്വത്തിന്റെ മർമ്മം അറിയുവാനും ഏറ്റുപറയുവാനും ഞങ്ങളെ വിശ്വാസത്തിലും ഭക്തിയിലും ദൃഢപ്പെടുത്തണമേ. വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് സകല ജനങ്ങളെയും നിന്റെ ശിഷ്യത്വത്തിലേക്ക് ആകർഷിക്കുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവുമായി മതത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെ നിന്റെ താഴ്മയുടെ ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നോട്ടീസായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിക്കട്ടെ. കഴിഞ്ഞ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്തപ്പെട്ട ചെയിൻ പ്രയറിൽ പങ്കെടുത്തവരോടും ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത എല്ലാവരോടും വിവിധ ഭവനങ്ങളിൽ നിന്ന് പാട്ടുകൾ പാടി സഹായിച്ച ഗായക സംഘ അംഗങ്ങളോടും പാട്ട് മിക്സ് ചെയ്ത എല്ലാവരോടും ഈ ആരാധന ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തതോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഫുഡ് കിറ്റിനെ കുറിച്ച് ചില
ആഴ്ചകളായി ഞാൻ നോട്ടീസ് ചെയ്തിരുന്നല്ലോ. ഒന്നാം ഘട്ടത്തിൽ 75 കുടുംബങ്ങൾക്കും രണ്ടാം ഘട്ടത്തിൽ 180 കുടുംബങ്ങൾക്കും നൽകി. അങ്ങനെ 225 കുടുംബങ്ങൾക്ക് കിറ്റ് നൽകിയിട്ടുണ്ടായി. മൂന്നാം ഘട്ടത്തിനുള്ള ഓർഡർ ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ നിങ്ങളുടെ ഭവനങ്ങളിൽ അകത്തേക്കുന്നതിനുള്ള ക്രമീകരണവും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ഓർപ്പിച്ചതുപോലെ കിറ്റിനുള്ള പണം നാം തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇതിന് വേണ്ട സംഭാവന നൽകണം എന്ന് ഓർപ്പിക്കട്ടെ. ക്രിസ്തു ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുന്ന പ്രത്യേക ദിവസത്തിൽ നമ്മുടെ ആവശ്യം അംഗീകരിച്ച് വളരെ അനുഗ്രഹപ്രദമായ വചന ശുശ്രൂഷ നിർവഹിച്ച നാം സ്നേഹിക്കുന്ന ആദരിക്കുന്ന ബഹുമാനപ്പെട്ട വിജി വർഗീസ് അച്ഛനോടുള്ള നന്ദി ഇടവേളയുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കട്ടെ. അച്ഛൻ്റെ തുടർ പഠനത്തെയും ശുശ്രൂഷയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഇടവക പട്ടക്കാരന് സ്ഥലമാറ്റമുള്ള വിവരം ഇതിനോടകം ഏവരും അറിഞ്ഞിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബാംഗ്ലൂർ ഈസ്റ്റ് പരയുടെ ഇടവയിലേക്കാണ് സ്ഥലം മാറി പോകുന്നത്. അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നെബൂസ് കറിയ അച്ഛനാണ് ഇവിടേക്ക് സ്ഥലം മാറി വരുന്നത്. ഇവിടേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നെബു അച്ഛൻ വന്ന ചുമതല ഏറ്റെടുക്കുന്ന മുറയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണ് എന്നുള്ളത് അറിയിക്കുന്നു. കുടുംബമായി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ നൽകിയ എല്ലാ സഹകരണത്തിനും പ്രത്യേകമായുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സമയത്ത് നടത്തപ്പെടുന്നതാണ്. ജന്മദിനം ആഘോഷങ്ങളുടെ പേരുകൾ വായിക്കട്ടെ. ചാക്കോ ഇട്ടി പെരുകുഴി വടക്ക്, ഷൈനു തങ്കം മാത്യു പാലയത്ത് കിഴക്കതിൽ, ആൻ ജയ ജയ്ക്ക് പാലത്തുംപാട്ട് ബഥേൽ, ക്രിസ്റ്റാൻ തോമസ് പള്ളിത്താഴത്ത്, ലയ എൽസ തോമസ് പല്ലത്ത് വടക്കതിൽ, റേച്ചൽ വർഗീസ് കുഴിയമ്പുറത്ത് മലയിൽ, ലിജു ഉമ്മൻ ജോൺ മണ്ഡല വീട്ടിൽ വടക്കതിൽ, ഈഡൻ ഷിജു ഫിലിപ്പ് മണ്ഡല വീട്ടിൽ, സാറാമ ഫിലിപ്പ് തുതിക്കാട്ട് കിഴക്ക്, ജൻസി പി അന്നമ്മ കുഴിപ്പറമ്പിൽ കിഴക്കതിൽ, റോഷ് ജേക്കബ് വനിക്കയിൽ, ശോശാമ ഫിലിപ്പോസ് സെങ്കൽ വടക്ക്, സൂസമ്മ മാത്യു പി തയ്യൽ വടക്ക്, ജെയ്ഡൻ മാത്യു ജോൺ കാടന്ന തറയില്ല, ജേക്കബ് തോമസ് വലിയ വീട്ടിൽ, സാന്ദ്ര തെരേസ തോമസ് സെങ്കൽ വടക്ക്, ഷാരൻ ഫിലിപ്പ് ജേക്കബ് കുഴിയപ്പുറത്ത്, ജെ ജോൺസൺ ആര്യാട്ട് ഭവൻ, മോഡി ജോർജ് വെട്ടിവടക്കതിൽ, ജോയമ്മ ജോസ് ആന്തറയിൽ, പി സി ഇടുക്കട വെട്ടിവടക്കതിൽ സജീവില്ല, തോമസ് ചാണ്ടി ചേരുത്തുണ്ടിൽ നമ്പർ 4, സേറ ആൻഡ് ബിനീസ് പുതിയടത്ത്, അന്നമ്മ ജോൺസൺ ആര്യാട്ട് ഭവൻ, അന്നമ്മ തോമസ് കണിയാന്തറയിൽ, സുമി റിനു പാലനിൽക്കുന്ന പുത്തൻവീട്, മറിയാമ്മ ജോർജ് തേക്കുമൂട്ടിൽ, ശോശാമ്മ മാമൻ കിഴക്കേക്കര, സിബിൻ മാത്യു ഫിലിപ്പ് പടിപ്പുരയ്ക്കൽ, ജോർജ് മാത്യു പൂമൂട്ടിൽ വട്ടപ്പറമ്പിൽ, ലെറോയ് ജേക്കബ് മനോ വലിയതറയിൽ, വർഗീസ് മണ്ഡലത്തിൽ സദനം, തോമസ് ചെറിയാൻ പുതുശ്ശേരി മന്ദിരം, ലീലാമ ജോസഫ് കാഞ്ഞിരക്കൽ വടക്കൽ, ലിയോൺ ഇടുക്കട ചെറിയാൻ താഴമണ്ഡലത്ത് പുത്തൻവീട്. വിവാഹ വാർഷികം ആഘോഷിച്ച കുടുംബങ്ങൾ: മിസ്റ്റർ ആൻഡ് മിസസ് കെ പി ചെറിയാൻ കോട്ടാത്തറ പ്രൈസ് വില്ല, മിസ്റ്റർ ആൻഡ് മിസസ് വിജയ് ഫിലിപ്പ് കടക്കൽ കിഴക്കൽ മലയിൽ, മിസ്റ്റർ ആൻഡ് മിസസ് അനു ഇബ്രഹാം ജോൺ ചെറുകര,
Mr. and Mrs. Sergeant George Nicholas, Taramatata Grace Cottage, Mr. and Mrs. Ajoy M. Matthews, Tenlington Law, Mr. and Mrs. P.V. Philippos, Padiparakel, Mr. and Mrs. Jimmy Vivian Samuel, Mundata Grace Villa, and Mr. and Mrs. George Matuni, Umutul, Ottawa. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് പകരം കൊടുത്തു. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരവും ഞാൻ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കുക. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഉടയവനായ ദൈവമേ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുകളിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചതിനായി സ്തോത്രം. ഒരു വർഷം കൂടി ലോകത്തിൽ ജീവിക്കാനുള്ള ഈ ഭാഗ്യം നൽകിയതിനായി നിന്നെ സ്തുതിക്കുന്നു. ജന്മദിനം ആഘോഷിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ പേരുവരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കഴിഞ്ഞൊരു വർഷം കൂടെ നീ കൂടെ എന്നതിനായി സ്തോത്രം. പുതുവർഷത്തിലേക്ക് നിന്റെ മക്കൾ പ്രവേശിക്കുമ്പോൾ ഈ പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നന്മയുടെ വർഷമാകട്ടെ. കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ പിന്നിട്ട് അതിന് മക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, നീ അവരെ വിളിച്ചു, അവരെ കൂട്ടിച്ചേർത്തു. ഇതുവരെയും സന്തോഷകരமான കുടുംബജീവിതം നയിപ്പാൻ നീ അനുവദിച്ചതായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുതുവർഷത്തിലേക്ക് അവരും പ്രവേശിക്കുന്നുണ്ട്. പുതുവർഷം സമാധാനത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ വർഷമാക്കണമേ. അവർക്ക് ദാനമായി കൊടുക്കുന്ന മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ നിൻ സ്നേഹം ഞങ്ങളിൽ എന്നാരംഭിക്കുന്ന 174 കീർത്തനം പാടാം. ഹിം നമ്പർ 174. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവകരങ്ങൾ നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠ ചെയ്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന. പുതിയൊരു മാസത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ ദിവസത്തിൽ
നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം അനുവദിച്ചതിനായി സ്തോത്രം കരയട്ടെ. കഴിഞ്ഞ 5 മാസക്കാലം ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചു. നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരുന്നു. വേണ്ട നന്മകളൊക്കെ നൽകി. നന്ദിയോടുകൂടെ ദൈവത്തെ വാഴ്ത്തുന്നു. ലോകമെമ്പാടും കൊറോണ വൈറസ് ബാധിച്ച് 63 ലക്ഷത്തിലധികം ആളുകൾ അതിന് ബാധ മൂലം രോഗികളായി വേദനപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ദിനംപ്രതി രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും മരണസംഖ്യ ഉയരുകയും ചെയ്യുന്നുണ്ട്. മനഃപൂർവ്വമായി ദൈവമിടപെട്ട് പരിപൂർണ വിടുതൽ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഈ ദേശത്ത് നിന്ന്, ലോകത്ത് നിന്ന് തന്നെ പൂർണ്ണമായി ഈ വൈറസിനെ തുടച്ച് മാറ്റുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന. ഇതിനുള്ള വാക്സിൻ കണ്ടുപിടിക്കുവാനും അത് പ്രയോജനപ്പെടുവാനും ദൈവം കൃപ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവരുടെ അശ്രാന്ത പരിശ്രമത്തെ ദൈവം മാനിക്കുന്നതിന് വേണ്ടി, രോഗികൾക്കൊക്കെ അത് ആശ്വാസത്തിന്, സൗഖ്യത്തിന് മുഖാന്തരമായി തീരുവാൻ കർത്താവ് അവരുടെ സേവനത്തെ, ശുശ്രൂഷയെ മാനിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിനെ അംഗീകരിച്ചുകൊണ്ട് രോഗവ്യാപനം തടയാൻ അത് പൂർണ്ണമായും അത് ഉൾക്കൊണ്ടുകൊണ്ട് കഴിയുവാൻ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തൃത്വ ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. ത്രിയേക ദൈവത്തിൻ്റെ മർമ്മം, അതിൻ്റെ അർത്ഥം അതൊക്കെ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ വചന ശുശ്രൂഷ മുഖാന്തരമായല്ലോ. ദൈവവചന ശുശ്രൂഷ നിർവഹിച്ച പ്രിയ അച്ഛനെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാധ്യക്ഷനെയും ഓഫീസേഴ്സിനെയും എല്ലാ പട്ടക്കാരെയും എല്ലാ സഭാപ്രവർത്തകരെയും എല്ലാ സഭാജനങ്ങളെയും ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയും ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രായാധിക്യത്തിൻ്റെ ക്ഷീണത അനുഭവിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഓർക്കാം. അവർ താമസിക്കുന്ന സ്ഥലങ്ങളോടൊക്കെ അടുത്തുള്ള ഇടങ്ങളിൽ ഈ രോഗം ബാധിച്ചവരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനാണ് കഴിയുന്നത്. ദൈവം നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ സുഖത്തോടെ ഇരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ കൃപ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പുതിയ മാസത്തിൽ പുതുക്കൃപകളും പുതുശക്തിയും തന്നു ത്രിയേക ദൈവം നമ്മെ വഴി നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗ്ഗസ്ഥനായ
ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസത്തില്ലായ്മ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്നെ ആരാധിപ്പാൻ, നിന്നെ സ്തുതിപ്പാൻ, നിന്റെ വചനം ശ്രമിപ്പാൻ ഒക്കെ അവസരത്തിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വീഴ്ചകളിൽ കുറവുകളൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെല്ലാവുന്നിടത്തോളം തിരുനാമഹത്വത്തിനായിട്ട് പ്രവർത്തിപ്പാൻ, ജീവിപ്പാൻ, സാക്ഷ്യമുള്ളവരായി തീരുവാൻ എല്ലാവരെയും കർത്താവെ നിയമിക്കണമേ. ദൈവമായ കർത്താവെ, അവിടുന്ന് സമീപസ്ഥനായ ദൈവമാണ്. ഒരു നാൾ കൈവിടുകയില്ലെന്ന് ഉറപ്പ് പറഞ്ഞ കർത്താവ്, ഉപേക്ഷിക്കില്ലെന്ന വാഗ്ദത്തം നൽകുകയാണ്. ആ കർത്താവിൻ്റെ കൃപ കൂടുതലായിട്ട് അനുഭവിച്ച് ജീവിക്കാൻ ഞങ്ങളെല്ലാം സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. രക്ഷസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടക്കന്മാർ ഞങ്ങളോട് ക്ഷമിക്കണമേ. മനുഷ്യയിലേക്ക് പ്രവേശിപ്പിക്കുക, ദുഷ്ടനെ ഞങ്ങളെ പഠിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ